ഇനി നോക്കുങ്ങള്, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ അനാഥ സംരക്ഷണം കണ്ട് അറേബ്യൻ സമൂഹം കാന്തപുരം ഉസ്താദിന് നൽകിയ പേരാണ് അബുൽ ഐതാം. അല്ലേ? അറബി പത്രങ്ങളിൽ അത് അച്ചടിച്ചു വന്നു. അറേബ്യൻ പണ്ഡിതന്മാർ കാന്തപുരം ഉസ്താദിനെ അങ്ങനെ വിശേഷിപ്പിച്ചു. അപ്പൊ ഒരു മൂല്യാരെ കൊയ്യുണ്ട് അബുൽ ഐതാമിന് മൂല്യാരെ അർത്ഥം വെക്കുന്നത് നോക്കിങ്ങൾ. ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐതാം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ തിരിച്ചുപോയി. എല്ലാം കൂടി നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഇന്ത്യൻ യത്തീമുകൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധില്ല, നിങ്ങൾക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധില്ല എന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധില്ലേ നിങ്ങൾക്ക്? എങ്ങനെ അബുൽ ഐതാം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പ അതങ്ങനെ തന്നെ. വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മയന? അല്ല, എന്താ ഈ പറയുന്നത്? തീരെ ബുദ്ധിയില്ലാതെ. അത് നിങ്ങൾക്ക് തിരിയില്ലേ? നിങ്ങൾ വലിയ ബുദ്ധിരാക്ഷസന്മാർ. അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്. തീരെ ബുദ്ധിയില്ലാതെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂപ്പരിങ്ങനെ ആലോചിച്ചു, എങ്ങനെയപ്പോ പൂച്ചക്ക് ബാപ്പുണ്ടായത്? പൂച്ചന്റെ ബാപ്പ ഇപ്പൊ എങ്ങനെയാ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? ഭയങ്കര ബുദ്ധി. അങ്ങക്ക് ഈ ചെറിയ കാര്യമൊന്നും തിരിയില്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. എന്നാ ഞാൻ അതിന് പൊതുസമൂഹത്തിന്റെ തിരുത്തി. കേരളത്തിലെ പോലീസുകാര്യ വകുപ്പുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ്, ശ്രീമാൻ തിരുവഞ്ചൂര് പറയാ, യത്തീം കുട്ടികളെ മാത്രം ബാപ്പിയല്ല, കേരളക്കാരെ മുഴുവൻ പിതാവാ കാന്തപുരം ഉസ്താദ്. അയാൾക്ക് തിരിഞ്ഞിക്കണം. അയാളൊക്കെ ചെറിയ ബുദ്ധിയുള്ളൂ, ചെറിയ സംഗതിയൊക്കെ എത്തി. ഇങ്ങളെ ബുദ്ധി വൈറ്റ് ഹൌസിൽ നടക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. എന്നാൽ പോലീസ് മന്ത്രി കാന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഗതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവായി ഞാൻ കാണുകയാണ്. അതിപ്പോ എങ്ങനെയാ? എല്ലാരും ഒന്ന് പെരി ചോദിച്ചു നോക്കി. എങ്ങനെയപ്പോ അത് കേരളക്കാരെ മുഴുവൻ പിതാവ് കാന്തപുരായത്? നിങ്ങൾക്ക് തിരിയില്ല. ഇഞ്ച കൗമേ, എങ്ങനെ നിങ്ങൾ ഞങ്ങളെപ്പോലെ തലയിക്കെട്ട് ഇടയ്ക്കെന്നേലും കെട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാ ഞങ്ങളെ കുഞ്ഞിരായും കൊടുക്കുക. സത്യമായിട്ട് നിങ്ങളിതാണ് മൊയ്വെടുത്തിട്ടാ ഞങ്ങൾ സലാമത്തായി. ഇത് കാന്തപുരം ഉസ്താദ് ഒരു വൈക്കന്ന് തലയിക്കെട്ടിന് ഇങ്ങനെ അന്തസ്സുണ്ടാക്കാൻ നിങ്ങൾ അത്തയ്യാത്തിൽ ഓല് മുറിയണ മാതിരി ഈ ജാതി പോയത്തം പറഞ്ഞൊരു തലക്കെന്ന് അതിങ്ങനെ പൊളിക്കുക. പേര് നിങ്ങളും മൂല്യന്മാരല്ലേ നാട്ടുകാരെ അടിയിൽ? എന്താപ്പതിന് കഥ? പൊതുസമൂഹം മറുപടി പറയാ. ഇനി നോക്കുങ്ങൾ കേരള യാത്ര. ആ കേരള യാത്രയെ പറ്റി നമ്മളെ തോട്ടു കുതിരയൊക്കെയാണ്. എന്താ ഈ കേരള യാത്ര കൊണ്ട് ഉപകാരം? അപ്പൊ അതിന് സുധാകരൻ മറുപടിയും പറയാ. രണ്ടും കേട്ടോളി. മട്ടന്നൂരിൽ സ്വീകരണത്തിനൊത്തുകൂടിയ സുധാകരനെയും ജയരാജനെയും അധിക്ഷേപിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ കടന്നപ്പോൾ സംഭവം മാറി. കാന്തപുരത്തിന്റെ ഇടതുഭാഗത്ത് സുധാകരനും വലതുഭാഗത്ത് ജയരാജൻ, നടുക്കൽ കാന്തപുരം. അതിനെ ഞങ്ങളാ പണിയെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം CPM-കാർ ആക്രമിച്ച നേതാവ് ആരാണെന്ന് CPM-കാരോട് ചോദിച്ചാൽ അവരാരെ പേരാ പറയാ? സുധാകരന്റെ പേരാ പറയാ. ഏറ്റവും അധികം കോൺഗ്രസുകാർ ആക്രമിച്ച ഗുണ്ടയാരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർ ആരെ പേരാ പറയാ? ശരിയാ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ആ രണ്ടാൾക്കാരെ ഒന്ന് കൂട്ടിപ്പിടിച്ച് മദ്യം പറഞ്ഞു വിടണം. നിങ്ങൾക്ക് തല്ലുടിച്ചേ പരിചയമുള്ളൂ, നിങ്ങൾക്ക് തല്ലിപ്പിച്ചേ പരിചയമുള്ളൂ, കാന്തപുരം ഉസ്താദിനെ അടുപ്പിച്ചേ പരിചയമുള്ളൂ. അതുകൊണ്ട് രണ്ടാളെയും പിടിച്ചു കൊണ്ടുവന്നേ. എന്നിട്ട് അതിന്റെ അനുഭവം പറയട്ടെ സുധാകരൻ. എന്നാൽ സുധാകരൻ പറയുന്നത് രാഷ്ട്രീയാതിക്രമത്തിന്റെ കാളിമ ചാർത്തപ്പെട്ടവരെ മാനവികതയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയുടെ മഹാവിജയമെന്നതാണ്. മനസ്സിലായില്ല, സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവും. പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. അപ്പോ മാനവികത ഉയർത്തുന്ന ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് സാധൂകരിക്കുന്നതാണ് മട്ടന്നൂരിലെ ഈ സ്വീകരണം എന്ന് ഞാൻ വിലയിരുത്തുക. കണ്ടങ്ങള് എസ്കക്കാരെ, നിങ്ങൾ എത്ര പണിയെടുത്ത്, തൊള്ളിയിൽ എത്ര കാറ്റുപോയി, മുട്ടുങ്കാൽ എത്ര വസർത്ത്, എണ്ണക്കായി എത്ര ചെലവായി, ഒന്ന് കൂട്ടിയൊക്കി. എന്നിട്ട് ഇത് ലാഭമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നോളി, നഷ്ടാണെങ്കിൽ അടങ്ങി നിന്നൂടെ. അപ്പൊ നോക്കുങ്ങള്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പിറകെ വരാത്തത്. സമൂഹങ്ങൾക്ക് തരുന്നുണ്ട്